ഹലോ ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് വയനാട് ചുരത്തിലാണ്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ലോങ് വന്നിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വയനാട് വരെ. നമുക്ക് അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മളപ്പം ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് തിരുവനന്തപുരത്തിന് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമ്മൾ വയനാട് ചുരത്തിലെത്തിയപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം നമ്മൾ ആലോചിച്ചത്. സോ അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ വയനാട് നിന്ന് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ വിഷ്വൽസൊക്കെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വയനാട് ചുരത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്കും പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. ഭയങ്കര തിരക്കാണ് ഗൈസ് ചുരം. ആക്ച്വലി ഇവിടെയൊക്കെ ഈ നോ പാർക്കിംഗ് ആണ്, എന്നാലും ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ ബ്ലോക്കൊന്നുമല്ല, അങ്ങ് വരെയുണ്ട്. നമ്മൾ നോർമലി ഫുള്ള് നൈറ്റിലായിരുന്നു നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിലും തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുന്നതൊക്കെ. പക്ഷെ ഇന്ന് നമ്മൾ ഇച്ചിരി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ പ്രിയദർശിനി ബസ്സുകളൊക്കെ ചുരത്തിൽ കൂടെ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. ചുരത്തിൽ മെയിനായിട്ട് ഇപ്പം വീതി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്ത് നീക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അതുകൊണ്ടാണ് കൂടുതലും ബ്ലോക്കുകൾ വരുന്നത്. പിന്നെ ഈ വീതി കൂട്ടാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ചുരത്തിലെ വളവുകളിൽ, ചില വളവുകളിൽ വലിയ വണ്ടികൾ വളയ്ക്കാനായിട്ട് സമയം എടുക്കുന്നുണ്ട് ഒരുപാട്. അപ്പം അത്തരത്തിലുള്ള വളവുകളാണ് ഇച്ചിരി വീതി കൂട്ടി നിവർത്തുന്നത്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞതുപോലുള്ള വലിയ വളവുകൾ വരുന്ന ടൈപ്പ് ഓഫ് വളവ് എന്ന് പറയുന്നത്. 6ാമത്തെ നമ്പറാണിത്. ഇവിടെ ഈ വീതി കൂട്ടുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു വീതിയിൽ വളച്ചെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇത് കാണാൻ ചുരത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസൊക്കെ. മുകൾ ഏരിയയിൽ ഒരു പൊടി പോലെ കാണാൻ പറ്റുന്നുണ്ട് വണ്ടികളൊക്കെ പോകുന്നത്. 9ാമത്തെയും 8ാമത്തെയും ഒക്കെ വളവുകൾ. നല്ല വ്യൂസ് നമുക്ക് ഇവിടുന്ന് കാണാം. മനോഹരമായ മലകൾ, കാട്. അടുത്ത വളവായിട്ടുണ്ട്. എത്രാമത്തെ പിന്നാണ്? 4ാമത്തെ ഹെയർ പിന്നായിട്ടുണ്ട്. പണ്ട് എല്ലാവരും ഈ ചുരത്തിനെ കുറിച്ചൊക്കെ പറയുമ്പം ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്തൊക്കെയാണെങ്കിൽ കൊളീഗ്സൊക്കെ പറയുന്നുണ്ട് ചുരം കയറുമ്പം അവർക്കിങ്ങനെ വേറെ ഏതോ ഒരു ലോകത്ത് എത്തിയ ഒരു ഫീലാണെന്ന്. ആ സമയത്തൊന്നും എനിക്ക് ചുരം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു ചുരത്തിൽ പോകണം, എക്സ്പ്ലോർ ചെയ്യണം, അനുഭവം, ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവം എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. കല്യാണശേഷം എനിക്കതിനുള്ള ഭാഗ്യം കിട്ടി. ഒരു വയനാടുകാരനെ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്കത് എൻ്റെ ആഗ്രഹങ്ങൾ കുറേയൊക്കെ സാധിച്ചു. ഈ വയനാട് ചുരം എന്നൊക്കെ പറഞ്ഞൊരു അത്ഭുതം തന്നെ കേട്ടോ. ഇങ്ങനെ ഇത്രയും ലൂപ്പായിട്ടുള്ള ഈ 9 ഹെയർ പിന്നല്ലേ മൊത്തം ഉള്ളത്, 9 വളവുകൾ. ഇത് ഹെയർ പിൻ നമ്പർ 2 ആയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടിവാരത്തെത്തും അല്ലേ? അടിവാരല്ലേ? ഇതാണ് 1ാമത്തെ വളവ്. നമ്മൾ കോഴിക്കോട് നിന്ന് വരുമ്പോഴാണ് വളവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. താമരശ്ശേരി ആ സൈഡിൽ നിന്ന് വരുമ്പോൾ 1, 2, 3, 4 അങ്ങനെ കയറി 9ാമത്തെ വളവ് വയനാട് എത്താനാവുമ്പോഴാണ് 9ാമത്തെ വളവ് വരിക. പിന്നെ ഓൾമോസ്റ്റ് നമ്മുടെ വലിയ വളവുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഹെയർ പിൻസ് എന്ന് പറയുന്ന സാധനങ്ങൾ കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ ചുരമൊക്കെ കഴിഞ്ഞ് ചുരത്തിൻ്റെ വളവുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴെ അടിവാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, മലയുടെ മേലെ നല്ല മഞ്ഞുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു സമയം നല്ല മഞ്ഞാണ്. ഇതാണ് അടിവാരം എന്ന് പറയുന്ന സ്ഥലം. ബോർഡൊക്കെ ഉണ്ട് അടിവാരം നിൽക്കിയ. പള്ളിയുണ്ട് ഇവിടെ, ഒരു മുസ്ലിം പള്ളിയുണ്ട്. ചെറിയൊരു ടൗൺ പോലെയാണ്. നമ്മളിപ്പം ലോങ് ഡ്രൈവ് ഒക്കെ വരുമ്പോൾ ചുരം കയറുന്നതിന് തൊട്ട് മുമ്പ് ഈ അടിവാരത്ത് ഇറങ്ങി ഇവിടെ നിന്ന് ഫ്രഷപ്പ് ആയിട്ടൊക്കെയാണ് ഒട്ടുമിക്ക ലോങ് ഡ്രൈവ് പോകുന്ന വണ്ടികളും ആൾക്കാരും ഒക്കെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ 24 hours ലൈവാണ് അടിവാരം എന്ന് പറയുന്ന സ്ഥലം. സോ പിന്നെ നമ്മൾ അടിവാരത്ത് നിന്ന് പിന്നെ നമ്മുടെ യാത്ര ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കാണുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി. അപ്പം നമ്മൾ അടിവാരത്തു നിന്നൊക്കെ തിരിഞ്ഞ് നമ്മൾ നേരെ കോടഞ്ചേരി വഴിയാണ് തിരിഞ്ഞ് വന്നത്. കൈതപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞിട്ട് നേരെ കോടഞ്ചേരി തിരുവമ്പാടി വഴി ഇപ്പം നമ്മൾ മുക്കം എത്തിയിട്ടുണ്ട്. നമ്മളൊരു വീട്ടിൽ നിന്നൊരു 2:45 ആയപ്പോഴാണ് നമ്മൾ വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ഏകദേശം ഒരു 5:15 സമയം. അപ്പം ഇനി നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് മുക്കത്തുനിന്ന് നേരെ അരീക്കോട് നിന്ന് നേരെ മഞ്ചേരിയിൽ നിന്ന് നേരെ പെരിന്തൽമണ്ണ നമ്മൾ ടൗൺ ടച്ച് ചെയ്യില്ല. അവിടെ നിന്നൊരു ഷോർട്ട് എടുത്ത് കയറിയാണ് നമ്മൾ നേരെ തൃശ്ശൂരാണ് പിടിക്കുന്നത്. തൃശ്ശൂർ ടൗൺ ക്രോസ് ചെയ്തിട്ട് പിന്നെ നേരെ പാലിയേക്കര ടോൾ കട്ട് ചെയ്ത് അങ്കമാലി മൂവാറ്റുപുഴ അവിടുന്ന് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. സോ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:45 കഴിഞ്ഞു. നമ്മളിപ്പോൾ ചാലക്കുടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹൈവേ തന്നെയാണുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ വിട്ടു പോരുകയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ള ആളും ഉറക്കത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കൂടുതൽ വിഷ്വൽസ് ഒന്നും കവറപ്പ് ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മൾ മുമ്പോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ട്രിവാൻഡ്രം എത്തിയിരിക്കുകയാണ്. ഏകദേശം കഴക്കൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലുലു മോളൊക്കെ ഇരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 3:15 ആയിട്ടുണ്ട് ഏകദേശം. നമ്മളൊരു 3:30 ആകുമ്പോഴത്തേക്കും കാഞ്ഞിരങ്ങൾ എത്തുമെന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കഴിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഏകദേശം ഈ ഒരു ടൈമിൽ നമ്മൾ എത്താനായിട്ട് സാധിച്ചതെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 2:30 വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. 2:30 കഴിഞ്ഞു, 2:45. അങ്ങനെ ഏകദേശം ഒരു 3:30 കൂടി നമ്മൾ കാഞ്ഞിരങ്ങൾ എത്തുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഉറക്കം കൊണ്ടും തിരക്കുകൾ കൊണ്ടൊന്നും പറ്റിയില്ല. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.